ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഏറ്റവും ഈസിയായ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. എല്ലാ കൂട്ടുകാർക്കും ജെയിൻ കുക്കിംഗ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഫ്രഞ്ച് ടോസ്റ്റാണ്. വളരെ ഈസിയായി തന്നെ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. 6 പീസ് ബ്രെഡിൻ്റെ റെസിപ്പിയാണിത്. 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനായി ഒരു മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും പഞ്ചസാരയും നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കണം. മുട്ടയും പഞ്ചസാരയും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി മിക്സ് ചെയ്യണം. പാലും മുട്ടയും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ടേസ്റ്റിനായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാനില പൗഡറാണ്. വാനില പൗഡർ ഇല്ലാത്തവർക്ക് വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1 നുള്ള് വാനില പൗഡർ ചേർക്കാം. അതുപോലെ തന്നെ 1 നുള്ള് സിനമൺ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇത് രണ്ടും ഓപ്ഷണലാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടറിലാണ് നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ കരിഞ്ഞു പോകാൻ പാടില്ല. ബട്ടർ മെൽട്ടായാൽ ഉടൻ തന്നെ അതിലേക്ക് ബ്രെഡ് പാലിൽ മുക്കി ഇട്ട് കൊടുക്കാം. 1 പീസ് ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം. ഇത് നന്നായി ടോസ്റ്റ് ചെയ്തെടുക്കണം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റായോ അതുപോലെ തന്നെ സ്നാക്സായോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന നല്ലൊരു വിഭവമാണ്. ഇതുപോലെ തയ്യാറാക്കി ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ 6 പീസും ഇതുപോലെ പാലിൽ മുക്കി നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സൈഡും ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ എല്ലാ പീസുകളും, അതായത് 6 പീസ് ബ്രെഡാണ് എടുത്തത്. 6 പീസ് ബ്രെഡും ഇതുപോലെ പാലിൽ മുക്കി നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്കി ബ്രെഡുകൾ കൂടി ഇതുപോലെ തന്നെ നമുക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈസിയായ ഈ ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. താങ്ക് യു സോ മച്ച്.